അവൻ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മുഖ്യമന്ത്രിയും ഗവൺമെന്റും പറയും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. മുഖ്യമന്ത്രി സർക്കാരിന്റെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമല്ല, എൻ ഷംസീർ സ്വന്തം അഭിപ്രായമാണ് ഇത്രയും നേരം പറഞ്ഞത്. അത് എന്റെ അഭിപ്രായമാണ്, ഒരു സംശയമുണ്ടല്ലോ. പാർട്ടിയുടെ ഭാഗമല്ലേ, സർക്കാരിന്റെ ഭാഗമല്ലേ? അല്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയെ അങ്ങനെ പറയാൻ പറ്റത്. പാർട്ടിയുടെ അഭിപ്രായം പറയാൻ പാർട്ടിക്ക് ചുമതലപ്പെടുത്തിയ ആളുകളുണ്ട്. അവരെ ഇവിടെ പൊതുവിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റൂ. നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ഉത്തരം പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അത് നിങ്ങൾ എന്റെ അടുത്ത് പ്രതീക്ഷിക്കാൻ പാടില്ല. ഇത് തിരിച്ചടിയല്ല എന്നാണോ താങ്കളുടെ വിലയിരുത്തൽ? തിരിച്ചടിയല്ല എന്നാണോ താങ്കളുടെ വിലയിരുത്തൽ? എന്ത് ഇത് തിരിച്ചടിയല്ല എന്നാണോ താങ്കളുടെ വിലയിരുത്തൽ? സുപ്രീം കോടതി പറഞ്ഞല്ലോ, അടിയും തിരിച്ചടിയും ഒരു വിഷയമൊന്നും ഇവിടെ ഇല്ല. സുപ്രീം കോടതി ഗവൺമെന്റിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നിയമിക്കണമെന്ന് മാത്രമല്ല 25,000 രൂപ ഇങ്ങോട്ട് അടയ്ക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് എന്തുമാവട്ടെ, വിധി പകർപ്പ് കിട്ടിയിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് ഇപ്പൊ സുപ്രീം കോടതി എന്തുമാകട്ടെ എന്ന് ചുരുക്കിക്കാണല്ലേ ശ്രീ എൻ ഷംസീർ? ജനങ്ങളുടെ പണമാണ്, നികുതി പണമാണ് 25,000 രൂപ അടയ്ക്കുന്നത്. നിങ്ങൾ വളരെ മുതിർന്ന അഭിഭാഷകരെയൊക്കെ വെച്ച് കേസ് വാദിച്ചല്ലോ. ഇതൊക്കെ ജനങ്ങളുടെ പണമാണ്. കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും വ്യക്തി തേടി കോടതിയിലേക്ക് പോകുമ്പോൾ ന്യൂസ് അവതാരകയോട് നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യരുത്. നിങ്ങളിപ്പോ ചോദ്യം ചെയ്യുക ചെയ്യുന്നത്. ഞാനൊരു പ്രതിയും നിങ്ങളൊരു മുതിർന്ന അഭിഭാഷകനായിട്ട് ഇങ്ങനെ കോടതി മുഖി നിങ്ങൾ എന്നെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ എൻ ഷംസീർ, നിയമ സെക്രട്ടറി പറഞ്ഞ ഉപദേശം എന്തായിരുന്നു? എന്റെ അഭിപ്രായമാണ് നിങ്ങൾ കേൾക്കുന്നത്. മറിച്ച് എന്നെ നിങ്ങൾ ക്രോസ് നിയമ സെക്രട്ടറി നൽകിയ ഉപദേശം എന്തായിരുന്നു? ഒരാളായിട്ടാണ് നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്നത്. അത് ശരിയല്ല. നിയമ സെക്രട്ടറി നൽകിയ ഉപദേശം എന്തായിരുന്നു? ചാനലിനകത്ത് നിങ്ങളെ ജനാധിപത്യത്തിനകത്ത് മീഡിയ ഉൾപ്പെടെ ഒരു ഭാഗമായതുകൊണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കാൻ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം. അല്ലാതെ ഏകപക്ഷീയമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു മഹാകുറ്റക്കാരായി നിൽക്കുന്ന ഒരാളായ രീതി അങ്ങനെയല്ലേ ഷംസീർ? ചോദിച്ച സർക്കാരിന്റെ ഭാഗമാണല്ലോ, താങ്കൾ MLA ആണല്ലോ, അതുകൊണ്ടല്ലേ അതെനിക്ക് ചോദിക്കുന്നത്. വ്യക്തിപരമായ അഭിപ്രായത്തിന് ഇവിടെ എന്താണ് സ്ഥാനം ഷംസീർ? മുതിർന്ന ഒരു IPS ഉദ്യോഗസ്ഥനും ഞാനൊരു സാധാ ശ്രീ ഷംസീർ വിഷയം മാറ്റില്ലേ? ഷംസീർ താങ്കൾ MLA എന്ന നിലയ്ക്കുള്ള അഭിപ്രായമാണല്ലോ താങ്കളോട് ചോദിക്കുന്നത്. അഭിപ്രായം ചോദിക്കാം, അഭിപ്രായത്തിന് ഞങ്ങൾ വഴങ്ങും, അഭിപ്രായം പറയുകയും ചെയ്യാം. ഷംസീർ MLA എന്ന നിലയ്ക്കുള്ള അഭിപ്രായം ആണ് താങ്കളോട് ചോദിച്ചത്. അതെ, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. MLA എന്ന നിലയ്ക്ക് സർക്കാർ ഇപ്പോ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന സർക്കാരാണ്. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചു പോകേണ്ടതാണ്. ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും എല്ലാം. ഒറ്റ ചോദ്യം കൂടി. ചൊവ്വാഴ്ചത്തെ സെൻകുമാറിന്റെ ഹർജി എടുക്കുന്നതിന് മുൻപ് തന്നെ നടപടികളിലേക്ക് സർക്കാർ കടക്കില്ലേ? ഇതിപ്പോ വിധി വന്നിട്ടില്ലല്ലോ, 1 മണിക്കൂറായിട്ടില്ലല്ലോ. എന്തിനാ ഇങ്ങനെ ഒരു ആവേശം? വരട്ടെ, മണിക്കൂറുകൾ ഇനിയും ബാക്കിയുണ്ടല്ലോ. മാതൃഭൂമി ചാനൽ ഇപ്പൊ അടച്ചുകൂട്ടി പോകുന്നില്ലല്ലോ. ഒന്ന് ക്ഷമാപൂർവ്വം ഒരു പേഷ്യൻസ് കാണിക്കുക. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ കുറച്ചൊരു പേഷ്യൻസ് കാണിക്കുക. ക്ഷമാപൂർവ്വം നിങ്ങളൊന്ന് കേൾക്കാൻ നിൽക്ക്. ഇന്നുകൂടെ അവസാനിക്കുന്നില്ലല്ലോ. ക്ഷമയോടെ നിങ്ങൾ കാത്തിരുന്ന് കോടതിയിലേക്ക് പോയപ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായത്. വളരെ നന്ദി ശ്രീ എൻ ഷംസീർ. വളരെ നന്ദി ശ്രീ എൻ ഷംസീർ പ്രതികരിച്ചതിന്. സർക്കാർ എടുക്കുന്ന തീരുമാനം എന്താകുമെന്ന് വ്യക്തതയില്ല എന്ന് തന്നെയാണ് ഷംസീർ പറയുന്നത്. സർക്കാർ നടപടികളിലേക്ക് കടക്കും. കോടതിയെ